ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇന്നലെ നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാര് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു. എല്ലാ അഭ്യൂഹങ്ങളും ഒഴിഞ്ഞു കഴിഞ്ഞു. മന്ത്രിസഭ വലുതായി ഇത്തവണ. 72 അംഗ മന്ത്രിസഭയാണ് ഇത്തവണ ഉള്ളത്. അതിൽ ഈ 62 മന്ത്രിമാരും ബി ജെ പിക്ക് ഉള്ളതാണ്. ബാക്കിയുള്ള മന്ത്രിമാരാണ് ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയുള്ള വലിയ പ്രചരണം എന്ന് പറഞ്ഞാൽ ബിജുചേട്ടാ, നരേന്ദ്രമോദിയുടെ പകുതിയിലേറെ വകുപ്പും നിതീഷ് കുമാറും ടി.ഡി.പി ചന്ദ്രബാബു നായിഡുവും കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നതല്ല. അതിന്റെ അഭ്യൂഹങ്ങളെല്ലാം അവസാനിച്ചു. നമ്മുടെ കമ്മികളും സുഡാപ്പികളും കൊങ്ങികളും എല്ലാം വളരെ നിരാശയിലാണ്. പിന്നെ അവർ ആകപ്പാടെ ആശ്വസിക്കുന്നത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു സാധനത്തിൽ പിടിച്ചാണ്. കാരണം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കണ്ടു. എല്ലാ ഈ കുറെ ഈ പിക്സ് മീഡിയകളുണ്ടല്ലോ, ഈ സിനിമാക്കാരുടെ വാർത്തകൾ പറയുന്ന ചാനലുകൾ, അതിലെല്ലാത്തിലും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയില്ല ഒരേ വാക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു 10-200 ചാനലുകളിൽ ഇട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണം അതിന് തുടരും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തായിരിക്കും ഇനി നരേന്ദ്രമോദി സർക്കാരിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന വകുപ്പുകൾ? സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി ഏഷ്യാനെറ്റിനാണ് ആദ്യം ബൈറ്റ് കൊടുക്കുന്നത്. സുരേഷ് ഗോപിയോട് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് എന്താണ് വകുപ്പ് കിട്ടാൻ പോകുന്നത്. സുരേഷ് ഗോപി ഒന്നും പറയാൻ തയ്യാറായില്ല. എന്ത് തരുന്നുവോ അത് ഞാൻ സ്വീകരിക്കും, എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല. എയിംസ് ആണ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആളുമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് വന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതായത് പണി തുടങ്ങി കഴിഞ്ഞു പുള്ളി. അതുപോലെ പല മന്ത്രിമാരും പണി തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ശക്തമായ ഒരു മന്ത്രിസഭയാണ്. ശക്തമായ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു മന്ത്രിസഭ. ഈ അതിശക്തമായ ഒരു മന്ത്രിസഭയിൽ ആണ് ഇനി മോദി 3.0 ഭരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ മന്ത്രിമാർക്ക് കിട്ടുന്ന വകുപ്പ് എന്തായിരിക്കും? ഞാൻ ചോദിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്, അല്ലെ? ആ അതെ. 2019 ആയപ്പോ രാജ്നാഥ് സിംഗിനെ മാറ്റി രണ്ടാം സ്ഥാനത്ത് എത്തിയത് അമിത്ഷായാണ്. പക്ഷെ 2024 ആയപ്പോ വീണ്ടും രണ്ടാം സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ പ്രതിരോധം രാജ്നാഥ് സിംഗിനായിരുന്നു. 2014 ആഭ്യന്തര രാജ്നാഥ് സിംഗിനായിരുന്നു. 2019 അത് പ്രതിരോധമായി. ഇപ്പോ രണ്ടാമത് വീണ്ടും രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമിത്ഷായുടെ ആഭ്യന്തരം, അതായത് 2019 ആഭ്യന്തരം വീണ്ടും തിരിച്ച് രാജ്നാഥ് സിംഗിന് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതുപോലെ ഇവർക്കുള്ള വകുപ്പുകൾ എന്തൊക്കെ? ഇതിനപ്പോ ഒരു അഭ്യൂഹം മാത്രമേ പറയാൻ പറ്റൂ. മോദി എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കും ഇവർക്ക് കിട്ടുന്ന വകുപ്പുകൾ? നിർമ്മലാ സീതാരാമൻ അടക്കം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പ്രതിരോധം കൊടുക്കും, അതെ ഫിനാൻസ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. എന്തായാലും ജയശങ്കറിന് നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് തന്നെ ആയിരിക്കും. ബിഷപ്പിന് എന്താ തോന്നുന്നത്? ഇന്നലെ മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ധനുഷ് ആദ്യം പറഞ്ഞ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി ആയത്. എല്ലാവരും ഉം, പറഞ്ഞിരുന്നത് ഈ ടി.ഡി.പിയുടെ ജെ.ഡി.യുടെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി വാരിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുകയും ഭയങ്കര. പക്ഷെ ഒരു ഉം, 3-4 ദിവസം മുമ്പ് ഞങ്ങളടക്കമുള്ള ഒരു റിപ്പോർട്ട് ചെയ്തൊരു കേസുണ്ട്. അതായത് അന്ന് തന്നെ ബി.ജെ.പി പറഞ്ഞിരുന്നു മുട്ടു മടക്കാനില്ല, വിട്ടുവീഴ്ചയ്ക്കില്ല, ഞങ്ങളുടെ ഒരു ഇതാണ് 5 എം.പിമാർക്ക് ഒരു മന്ത്രി ക്യാബിനറ്റ് പദവി എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളവർക്ക് അത് ഉം, കൊടുക്കും, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. ഉം, കാരണം ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് സഖ്യകക്ഷികളും വിട്ടുപോയാലും അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്, 274 ഉണ്ട് ഉം, ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഉം, അതുകൊണ്ട് ഉം, അവർക്ക് അത്ര ധൈര്യത്തിൽ പറയാൻ കഴിയുന്നുണ്ട് നിങ്ങൾ പോകുന്നെങ്കിൽ പൊക്കോളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. 274 അല്ല, ഉം, ടി.ഡി.പി ഒക്കെ പോയ വൈ.എസ്.ആർ കൂടി ഇങ്ങോട്ട് വരും, അങ്ങനെയാണെങ്കിൽ ഉം, 278 ഉണ്ട്. അവർക്ക് തട്ടിമുട്ടി മുമ്പോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഉം, ആർജവത്തിൽ അവരത് പറഞ്ഞത്. ഏതായാലും ഉം, ധനുഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ രാജ്നാഥ് സിംഗിന്റെ രണ്ടാമൻ പദവിയാണ്. രാജ്നാഥ് സിംഗ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവാണ്. ഒരുപക്ഷെ മോദിയോളം ഉം, തലപ്പൊക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ഈ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. ഈ ഉം, പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വകുപ്പ് തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് 2019 ആ വകുപ്പായിരുന്നു. അദ്ദേഹം ഉം, 2014 ആഭ്യന്തരമായിരുന്നു. ഈ ഉം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, പ്രതിരോധം, ധനകാര്യമാണ്. ആഭ്യന്തരം. ആഭ്യന്തരത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു സാധനം മാത്രമാണ്. ഒരു രാജ്യത്തെ കാര്യമാണ് ഉം, ഞാൻ പറയുന്നത്. ഉം, രാജ്യത്തിന്റെ ഉം, ആഭ്യന്തരമന്ത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ അല്ല ഞാൻ പറയുന്നത്, ഉം, ആഭ്യന്തരത്തിന് വലിയ ഇതുണ്ട്. അതായത് ആഭ്യന്തരം ചേർന്ന് വരുന്നത്, പ്രധാനമന്ത്രിയുമായി ചേർന്ന് വരുന്ന ഒരു സാധനമാണ് ഈ ആഭ്യന്തരം എന്ന് പറയുന്നത്. ഉം, മറ്റേത് എന്ന് പറയുന്നത് ഫോറിൻ മിനിസ്ട്രി ആയാലും പ്രതിരോധ വകുപ്പായാലും ധനവകുപ്പായാലും ഒക്കെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു വലിയ കണക്ഷനാണ് അതിനകത്ത് വരുന്നത്. ഉം, സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യങ്ങളായാലും വിദേശ ഉം, നയങ്ങളായാലും ഒപ്പം തന്നെ പ്രതിരോധ രംഗമായാലും. അപ്പം ഉം, രാജ്നാഥ് സിംഗ് ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അതായത് ഉത്തർപ്രദേശ് ഉം, മുഖ്യമന്ത്രിയൊക്കെ ആയത് ഏറ്റവും സ്ട്രോങ് ലീഡറാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം ഇപ്പൊ രണ്ടാമൻ എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ബി ജെ പിയുടെ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഈ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, പിന്നെ ജെ പി നദ്ദ, മോദി, മിക്കവാറും ജെ പി നദ്ദ അതിലുണ്ടാകാറില്ല, മോദി, ഡോവൽ ഉം, ഉം, അടങ്ങുന്ന നാലംഗ ഉം, സംഘമാണ് ഇതിന്റെ. ഇപ്പോഴും ഈ നാലംഗ സംഘം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ പഴയ ഉം, മന്ത്രിമാരെ എല്ലാം അതിനകത്ത് ഇപ്പോഴത്തെ മന്ത്രിസഭ ഒരു അടിപൊളി മന്ത്രിസഭ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എല്ലാം ഉം, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതിൽ വന്നിരിക്കുന്നത്. അത് മറ്റ് പാർട്ടികളിൽ നിന്നായാൽ പോലും എല്ലാം വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ജിതിൻ റാം മാഞ്ചി ഒക്കെ വന്നിട്ടുണ്ട്. മറ്റേ ഉം, ബീഹാറിൽ നിന്ന് സഖ്യേഷിയാണ്. അദ്ദേഹമൊക്കെ ഭയങ്കര ഉം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രി, സീനിയർ ഇതാണ്. ആകെ ഉം. 9 പുതുമുഖങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കം ഒരു 9 പുതുമുഖങ്ങളേ അതെ ഉള്ളൂ. അതെ. പിന്നെ 272 ആക്കിയത് വളരെ നന്നായി എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ 2019 52 ഉം, മിനിസ്റ്റേഴ്സേ ഉള്ളായിരുന്നു ബി ജെ പിക്ക്. അതായത് മോദിയുടെ ഒരു രീതി ഉണ്ടായിരുന്നു, മന്ത്രിമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. പക്ഷെ അത് ഉം. പ്രാക്ടിക്കൽ അല്ല എന്നാണ് പലപ്പോഴും ഈ മന്ത്രിമാർ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു മന്ത്രിക്ക് ഉം, തന്നെ 8ഉം 9ഉം വകുപ്പുകളാണ്. അതായത് ഇവർക്ക് ഉം. സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനോ ശ്വാസം വിടാനോ പോലും കഴിയാത്തത്ര വകുപ്പുകളാണ് ഇവർക്കുള്ളത്. അത് ഒരു അതെ മന്ത്രിക്ക് അതെ. അത്തരം വകുപ്പുകൾ വെച്ച് കൈകാര്യം ചെയ്ത് പോവുക വളരെ പ്രയാസകരം. ഇത് തന്നെയാണ് നമ്മുടെ ഈ സുരേഷ് ഗോപിയെ ഭയപ്പെടുത്തിയ കാര്യവും. കാരണം ഉം, ഒരു മന്ത്രിക്ക് ഒരു വകുപ്പല്ല കൊടുക്കുന്നത്. അങ്ങനെ വകുപ്പ് ഉം, കൊടുക്കാനാണെങ്കിൽ മന്ത്രിമാരുടെ കളിയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു ഉം, മന്ത്രിക്ക് തന്നെ 4ഉം 5ഉം 8ഉം വകുപ്പുണ്ട്. അതായത് വളരെ ഉം. പിന്നെ എന്താ ഇതുള്ള മന്ത്രിമാരാണെങ്കിൽ വകുപ്പ് പിന്നെയും കൂടും. ഇപ്പൊ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി എത്ര 18 19 വകുപ്പ് കൈവശം വെച്ചിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. പി ആർ ഡി ഒക്കെ ഉം. അദ്ദേഹത്തിന്റെ അതെ അതെ. കീഴിൽ വരുന്ന അനവധി വകുപ്പുള്ള ആഭ്യന്തരം അദ്ദേഹത്തിന്റെയാണ്, അനവധി വകുപ്പുകൾ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഐ ടി. അപ്പൊ ഒരു മന്ത്രിക്ക് ഐ ടി ഒക്കെ അദ്ദേഹത്തിന്റെയാണ്. അങ്ങനെ ഒരുപാട് വകുപ്പ്. അപ്പൊ അതേപോലെ ഈ കേന്ദ്രത്തിനും അങ്ങനെ ഉണ്ട്. ഈ സംസ്ഥാനം പോലെ അല്ല ഉം, കേന്ദ്രത്തിൽ. കാരണം കുറച്ചുകൂടെ ഉം, കൂടുതൽ എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട് ഓടി നടക്കേണ്ടതായിട്ട് വരും. അതാണ് ഉം, അതിനകത്ത് ഒരു ഇത്. ഇപ്പൊ ഇത്തവണ മന്ത്രിമാരുടെ എണ്ണം കൂട്ടിയതിലൂടെ എനിക്ക് തോന്നുന്നു മന്ത്രിമാരുടെ കുറെ ഒരു എന്താ കഠിന ഒരു സ്ട്രെസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വി ഉം, മുരളീധരനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ. അദ്ദേഹം പറഞ്ഞതല്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ 4 മണിക്കൂറും മറ്റുമൊക്കെ ആയിരുന്നു ഉറങ്ങാനാകെ കിട്ടുന്ന ഒരു സമയം ഈ അദ്ദേഹം ഉം, സഹമന്ത്രി ഉം, ആയിരിക്കുമ്പോൾ തന്നെ. കാരണം അദ്ദേഹത്തിന് പാർലമെന്ററി കാര്യ വകുപ്പുകളുണ്ട്. കാരണം ഈ പാർലമെന്റിലെ കാര്യങ്ങൾ മുഴുവൻ ഉം, നോക്കുന്നത് എം പിമാർ എത്തിയോ നോക്കും, എം ഉം, പിമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ആ വകുപ്പിന് കീഴിൽ വരുന്ന തലവേദനയാണ്. ഒരു എം പി ഉം, ഈ സമ്മേളനത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചോദ്യം വരുന്നത് ഈ മന്ത്രിയിലാണ്, പാർലമെന്ററി കാര്യമന്ത്രിയിലും സഹമന്ത്രിയിലുമാണ്. ഉം, അങ്ങനെയുള്ള ഉം, കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന. രാത്രിയിൽ 12 മണി 1 മണി ആ ഉക്രൈൻ യുദ്ധ സമയത്ത് ഒരു കുട്ടിയുടെ ഉം. കാര്യവുമായിട്ട് നമ്മളൊരു ഇമെയിൽ വി മുരളീധരന്റെ ഓഫീസിലേക്ക് അയച്ചു. ഏതാണ്ട് 12:30-ക്കാണ് അതിന് റിപ്ലൈ വരുന്നത്. അപ്പോൾ തന്നെ അയച്ച് റിപ്ലൈ വരും. അപ്പോൾ എത്ര ആക്റ്റീവായിട്ടാണ് അവരുടെ ഓഫീസ് രാത്രിയിലും പ്രവർത്തിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പൊ ഉം, ഇപ്പോഴിപ്പം വകുപ്പുകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി സുരേഷ് ഗോപിയുടെ കാര്യം, ഈ സുരേഷ് ഗോപിയുടെ ഉം, കാര്യത്തിൽ ഒരു കുത്തിത്തിരിപ്പ് തുടക്കം മുതലേ തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ ഉം, താറടിച്ച് കാണിക്കുക, മോശമാക്കി കാണിക്കുക എന്നുള്ളതാണ്. അത് ഉം, ഈ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനമേ വേണ്ട എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതിന് വലിയ തടസ്സമാണ് ഈ കേന്ദ്രമന്ത്രി പദം. കാരണം ഉം, കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണ്. അല്ലാതെ കേരളത്തിന്റെ ഉം, മാത്രമല്ല, തമിഴ്നാട് പോകണം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പോകണം, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നിന്ന് തിരിയാൻ കഴിയാതെ ദില്ലിയിൽ മാത്രം തളച്ചിടപ്പെടുകയും എല്ലാ സംസ്ഥാനങ്ങളും ഓടി നടക്കപ്പെടുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി അതിനകത്ത് ആഗ്രഹിക്കുന്നില്ല. സാധാരണ ഞാനത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കേന്ദ്രമന്ത്രി പദം വേണ്ട എന്ന് പരസ്യമായിട്ടൊക്കെ പറയും. ഉം, സാധാരണ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരു കേന്ദ്രമന്ത്രി പദം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പുള്ളി എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അതിന് പുള്ളി കാരണവും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എന്റെ ലക്ഷ്യം എയിംസ് ഉം, ആണ്. കാരണം അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു മീഡിയാസിന് കൊടുത്തൊരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഉം, എം പിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു കേന്ദ്രമന്ത്രിയെക്കാൾ. ഉം, ശരിയാണ്. ഉം, കാരണം ഉം, ഇദ്ദേഹം ഈ സുരേഷ് ഗോപി രാജ്യസഭയിൽ മെമ്പറായിരുന്നു. രാജ്യസഭയിൽ മെമ്പറാന്ന് വെച്ചാൽ അദ്ദേഹം നോമിനേറ്റഡ് മെമ്പർ, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ അല്ല. ഈ കലാകാരന്മാർക്കുള്ള. ഉം, എന്നിട്ട് കൂടി അദ്ദേഹം പല വകുപ്പുകളിലെ മന്ത്രിമാരെ കണ്ട് ഫണ്ടുകളും മറ്റും അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ഉം. ഇടമലക്കുടിയിലും അതുപോലെ തന്നെ മറ്റിടത്തും ആദിവാസി മേഖലയിലും ഒക്കെ വയനാടും. ഒരുപാട് പണം അയാൾ വയനാടൊക്കെ മുടക്കിയിട്ടുണ്ട്. അതായത് ഒരു നോമിനേറ്റഡ് എം പി ആയിരുന്ന രാജ്യസഭ എം പി ആണ് സുരേഷ് ഗോപിക്ക്. അത് കഴിയുമെങ്കിൽ ഒരു എം പിക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അദ്ദേഹം പറയുന്നത് കറക്റ്റാ. ഇന്ന് നമ്മൾ കണ്ടു മടുത്തിരിക്കുന്നത് കിട്ടുന്ന പൈസ പോലും ചെലവഴിക്കാൻ കഴിയാത്ത എം പിമാരെയാണ് നമ്മൾ ഇന്ന് വരെ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉം, നമുക്ക് തോന്നുന്നത് ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയും. എം പിക്ക് ഒരുപാട് പവർ ഉണ്ട്. ഉം, അതായത് കേന്ദ്രത്തിൽ പോയി ഈ വകുപ്പുകളെയൊക്കെ കണ്ടും അവരുടെ കയ്യിൽ നിന്ന് ഈ എല്ലാ വകുപ്പുകളിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിക്കാൻ പറ്റണം. ഹൈമാസ് ലൈറ്റ് അല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വികസനം. ബിജുചേട്ടാ, അപ്പം കേരളത്തിലെ പറഞ്ഞു. ഒരു കാര്യം, അതായത് സുരേഷ് ഗോപിയിലേക്ക് ഞാൻ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ബിജുചേട്ടൻ ഈ സംസാരിക്കുമ്പോൾ. അത് ബിജുചേട്ടൻ ഇപ്പൊ എടുത്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ വരാം.
അതായത് എനിക്ക് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കുറച്ച് വിയോജിപ്പുകളുണ്ട്. ബിചേട്ടൻ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്ത് തരിക. അത് എന്റെ മാത്രം വിയോജിപ്പുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഇപ്പൊ ഞാന് രാവിലെ വാർത്ത കണ്ടിട്ടാ വരുന്നത്. അപ്പൊ വാർത്ത കാണുമ്പോൾ അതിൽ വാർത്തയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കും എന്ന് ഒരു ഫ്ലാഷ് ന്യൂസ്. അപ്പൊ ബിജുചേട്ടൻ പറയുന്നുണ്ട് ഒരു എം പി ആയ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി ആയിരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ബിജുചേട്ടൻ ഫ്രീ പറയുന്നു. ആയിട്ട് ഓക്കെ, ഫ്രീ എന്റെ ആ ആയിട്ട് ഫ്രീ ഡൗട്ട് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. സുരേഷ് ഗോപി അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറത്തിവിടുക. അതായത് പറക്കുന്ന ഒരു പ്രാവിന്റെ ഈ തോളില് ചിറകില് രണ്ട് ചങ്ങല ഇടാതെ എന്നെ പറത്തിവിടുക. ഓക്കെ, ഫൈൻ, എന്റെ ആ ഡൗട്ട് ക്ലിയർ ആയി. അത് പ്രേക്ഷകർക്കും ക്ലിയർ ആയി കാണും. അതായത് ഒരു കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്നതിനെക്കാട്ടിലും ഒരു എം പി ആയിരുന്നാൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഈ കേന്ദ്രത്തിലെ 62 മന്ത്രിമാരുടെ അല്ലെങ്കിൽ 72 മന്ത്രിമാരുടെയും അറ്റൻഷൻ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ യാതൊരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആ പ്ലാൻ ക്ലിയർ ആണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് ഒരു 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 എന്താ പറയുക, ഒരു കെറുവിപ്പ് വരാനുള്ള ഒരു സാധ്യതയില്ല. അതായത് തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിയുടെ പ്രചരണം നടന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഒരു എം പി ആണ്. ആ എം പി ആയ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതാണ്, അദ്ദേഹം ഇത് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. ഇതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. ഇതിനോട് എന്താണ് ബിജുചേട്ടൻ എന്താണ് അഭിപ്രായം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഉം, സിനിമ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. കാരണം ഇനിയിപ്പോ അദ്ദേഹത്തിനെതിരെ ഉം. വരാൻ പോകുന്ന വലിയൊരു ആരോപണങ്ങളൊന്നും സിനിമയ്ക്ക് വേണ്ടിയിട്ട് 100%. മന്ത്രിസ്ഥാനം കളഞ്ഞു, തൃശ്ശൂര് ജനങ്ങളെ തഴഞ്ഞെന്ന് പറയും. ഈ സിനിമയുടെ കഥ ഒരു കാര്യം പറഞ്ഞു കൂടെ കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ബിജുചേട്ടൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ മുകേഷ് ഒക്കെ ഇവിടെ കൊല്ലം MLA ആയിരുന്നിട്ട് പിന്നീട് സിനിമ ചെയ്യാൻ പോകുമ്പോഴും ബിഗ് ബോസിൽ ചെന്നിരിക്കുമ്പോഴും മുകേഷിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ സുരേഷ് ഗോപിക്ക് സ്തുതി പാടിയാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ബിജുചേട്ടൻ തുടർന്നു. ഇതിനകത്ത് ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറുതായി കാണേണ്ട ഒരു ബിസിനസ് അല്ല അത്. ഇത് ഉം, ലീഗലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ധനുഷിനെ കണ്ടു, ധനുഷിന്റെ ഒരു കോൾ ഷീറ്റ് വാങ്ങി ഒപ്പിട്ടു. ഉം, സ്വാഭാവികമായി ധനുഷ് അതിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിൽ എനിക്ക് ഉം, വേണമെങ്കിൽ, ധനുഷും ഞാനുമായിട്ട് ഉം, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ സഹിക്കാം. ഫ്രണ്ട്ഷിപ്പ് അല്ല, എനിക്ക് ഉം, പണി തരണം എന്നുണ്ടെങ്കിൽ ഇത് നേരെ കോടതിയിലേക്ക് പോകാം. കാരണം സിനിമ എന്ന് ഉം, പറയുന്നത് 1-2 രൂപയുടെ ബിസിനസ് അല്ല, കോടിക്കണക്കിന് രൂപയുടെ ഉം, ബിസിനസ്സാണ്. ഇത് മൂലം നൂറുകണക്കിന് തൊഴിലാളികളുടെ പണിയാണ് ഇല്ലാതായത്. ഇപ്പൊ ഞാൻ ഉം, ഒരു ഉം, സുരേഷ് ഗോപിയെ കണ്ട് ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അന്നേരം അദ്ദേഹം MP ഉം, ഒന്നുമല്ല. അന്നേരം ആ കഥ കേട്ട് ഉം, അദ്ദേഹം അതിന് ഒപ്പിടുന്നു. ഞാൻ അതിന്റെ കാര്യങ്ങളുമായി ഉം, മുമ്പോട്ട് പോകുന്നു. എനിക്ക് ഒരു ഉം, 10-20 കോടി രൂപ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. ഉം, 10,000-ഓളം വരുന്ന തൊഴിലാളികൾ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേനും ഉം, അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഇതിൽ ഒപ്പിട്ടതാണ് ലീഗലി, എനിക്ക് ഉം, പറ്റില്ല ഉം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം, സ്വാഭാവികമായും ആ പോയ തുക ഉം, അദ്ദേഹം തിരിച്ച് കൊടുക്കേണ്ടതാണ്. അത് ലീഗലിയാണ്. അത് കാരണം അവർക്ക് സംഘടനയൊക്കെ ഉം, സംഘടന വഴി തന്നെ ഉം, കൊടുത്തേ പറ്റൂ. അത് മാത്രമല്ലെങ്കിൽ ഉം, ലീഗലായിട്ട് പോകേണ്ടി വരും. ഇവിടെ ഉം, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ ഇപ്പോൾ ഉം, ഞാൻ മനസ്സിലാക്കുന്നത്, സുരേഷ് ഗോപിക്ക് ചില കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അതാണ് ഉം. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർത്തിയായ ഓക്കെ. 2 സിനിമകളുണ്ട്. 2 സിനിമകളുടെ ഉം, ഡബിങ് പൂർത്തിയാക്കണം. നമുക്കറിയാലോ, ഒരു സിനിമ ഉം. പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ ഡബിങ് ജോലികൾ പൂർത്തിയാക്കണം. അത് ഒരു അതെ, അതെ. പ്രധാനപ്പെട്ട ഘടകമാണ്. ഡബിങ് ഇല്ല എങ്കിൽ, ഉം, അത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഈ കടത്തനാടൻ അമ്പാടി എന്ന് പറഞ്ഞിട്ട് പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ മോഹൻലാലൊക്കെ ഉം, ഉള്ള ഒരു സിനിമ. പ്രിയദർശനാണ് ആ സിനിമ ഡയറക്ട് ചെയ്തത്, കടത്തനാടൻ അമ്പാടി. ഉം, 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 അപ്പൊ അതിൽ ഈ പ്രേം നസീർ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഉം, സീനുകൾ ഡബ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഷമി തിലകനോ മറ്റാണ് അതിന്റെ ഭാഗങ്ങൾ ഡബ് ചെയ്തത്. ഉം, അപ്പം ഈ ഉം, 2 സിനിമകളുടെ ഡബിംഗ് ആണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അത് വലിയ ഉം, പ്രയാസമില്ലാതെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മറ്റൊരു സിനിമ ഉം, എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയ ഒറ്റക്കൊമ്പനാണ്. ഈ സിനിമയുടെ ചിത്രീകരണം ഉം, 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 തുടങ്ങിക്കഴിഞ്ഞതാണ്. ഉം, ഈ സിനിമയുടെ ചിത്രീകരണം ഉം, തുടങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോ ഉം, അതെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിന്നെയും നീണ്ടുപോയി. അതിന് 90 ദിവസത്തിനടുത്തോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ കാൾ ഷീറ്റ്. ഉം, അപ്പം ഉം, കേന്ദ്രം നേതൃത്വം പറഞ്ഞിരിക്കുന്നത് 90 ദിവസം ഒറ്റയടിക്ക് നൽകാൻ കഴിയില്ല. നിങ്ങൾ ഉം, ഇടയ്ക്കിടയ്ക്കൊക്കെ 8-10 ദിവസം പോയിട്ട് അത് ഒന്ന് അഡ്ജസ്റ്റ് ഉം, ചെയ്ത് മുമ്പോട്ട് പോവുക. കാരണം ഫുൾ ടൈം അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഉം, പിന്നെ അദ്ദേഹത്തിന് മമ്മൂട്ടി കമ്പനിയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടിരുന്നു. കാരണം മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഉം, പ്രൊജക്ട് എന്ന് പറഞ്ഞാല് അവരുടെ കമ്പനി പുറത്തുനിന്ന് നടന്മാരെ എടുക്കാറില്ല. അപ്പൊ അത് ഒരു ഉം, നടനാണ് അത്. പിന്നെ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉള്ള ഒരു വലിയ പ്രൊജക്ട് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഉം, ബന്ധപ്പെട്ട്, പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്റോറിക് പിക്ചറാണ്. അത് ഭയങ്കര ഉം, ഒരു വലിയ പ്രൊജക്റ്റ് ആണ് ആ സാധനം. ഉം, ഇത്രയാണ് ഉം, നിലവിൽ നിൽക്കുന്നത്. പിന്നെ ഗോകുലം ഗോപാലിന്റെ 3 സിനിമകളും ചെയ്യാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗോകുലം ഗോപാലിന്റെ സിനിമകൾ സ്കിപ്പ് ചെയ്താൽ പോലും അത് പക്ഷെ സ്കിപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. ആ ഒരു നിർമ്മാതാവ് ഉം. ഗോകുലം ഗോപാലനായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഈ ഒരു കേസിന് പോകാനോ വഴക്കിന് പോകാനോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ കുറ്റം പറയാനോ ഒന്നും ഒരുപക്ഷെ മെനക്കെട്ടൊന്നും വരില്ല. ചിലപ്പോൾ അദ്ദേഹം അതെ. അവർ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് ചിലപ്പോൾ ശരി ചെയ്യണ്ട എന്ന് ചിലപ്പോൾ പറയാനും മതി. ഉം, ഏതായാലും ഉം, കേന്ദ്ര നേതൃത്വം ഈ സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നു, ഇനി പുതിയതായിട്ട് ഒരു കരാറിലും ഒപ്പിടാൻ പാടില്ല.
അപ്പൊ സുരേഷ് ഉം, ഗോപി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഈ സിനിമ 2 വർഷത്തേക്ക് ഞാൻ ചെയ്യുന്നത്, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറെ പണം പാവപ്പെട്ടവരെ സഹായിക്കാൻ, കാരണം ഈ എം പിയും മന്ത്രിയൊക്കെ ഉം, എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നല്ല. അപ്പം ഉം, ഉം, ഈ ഉം, എം പിക്കും മന്ത്രിക്കും ഒക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പൊ ഉം, എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ ഉം, ഈ ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് പൈസ മുടക്കി ഉം, ചെയ്തിരുന്നല്ല, കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത പൈസയൊന്നും അല്ല. അത് സിനിമയിൽ നിന്ന് ഉം, കിട്ടുന്നതിൽ ഒരു പങ്കാണ് പുള്ളി ഈ മുടക്കുന്ന ഉം. പൈസ മുഴുവൻ. അതായത് പെൻഷൻ അപ്പൊ കൊടുത്താലും എന്ത് ഒരു കൊടുത്താലും കാര്യം മുടക്കുന്ന അപ്പോ പൈസ. അപ്പോ 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 ഒരു കാര്യം ഉറപ്പായി. അതായത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ചാകരയായി. അതായത് സുരേഷ് ഗോപി സിനിമ ചെയ്യാൻ പോകുമ്പോ സുരേഷ് ഗോപി ഇതാ എം പി ആയിട്ട് മന്ത്രിയായിട്ട് സിനിമ ചെയ്ത് നടക്കുകയാണെന്ന് അവർക്ക് പറഞ്ഞു വരുത്താം. അപ്പൊ സുരേഷ് ഗോപി അല്ല സിനിമ അത് ചെയ്തില്ലെങ്കിൽ ഇവരെല്ലാം കൂടെ നേരെ കോടതി പോയി കഴിഞ്ഞാൽ ഇതാ സുരേഷ് ഗോപി പറ്റിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യാം. എന്തായാലും അവർക്ക് കോളായി. അല്ല അല്ല, അവർക്ക് ഉള്ള ഏറ്റവും നല്ല മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ ഇപ്പൊ തൃശ്ശൂർ നടന്ന വിജയം. കാരണം ഉം, പുള്ളി തോറ്റിട്ടും സിനിമയെ അഭിനയിച്ചിട്ടും ഒരു 5 കൊല്ലം ഉം, അവിടുത്തെ എം പിയേക്കാൾ കൂടുതൽ കാര്യം ചെയ്ത് തൃശ്ശൂർ നിറഞ്ഞു നിന്നു. അല്ലെ? ഉം, ഒരു ഉം, പവറും ഇല്ല ഉം, അദ്ദേഹത്തിന്. ഒരു പവറും ഇല്ല. അദ്ദേഹം ഉം, സാധാരണ ഒരു ചാരിറ്റി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ മാത്രമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. അദ്ദേഹം തോറ്റ് തുന്നം ഉം, പാടിയ സ്ഥലമാണ്. അവിടെ നിന്നിട്ടും ഉം, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അവിടെ ഉണ്ടായിരുന്ന എം പി ഉം. ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. അപ്പോ ഇന്നലത്തെ അതിന് അദ്ദേഹം മറുപടി വാഴ്ത്തുപാട്ടുകളൊക്കെ നൽകിയത് കേട്ടായിരുന്നോ ബിജുചേട്ടാ? ഭയങ്കര വാഴ്ത്തായിരുന്നു. എന്തുവാ? സുരേഷ് ഗോപി ഇതാ വരുന്നു, മിനിസ്റ്റർ ആയിരുന്നു, റിപ്പോർട്ടർ ചാനല്, ഏഷ്യാനെറ്റ്, ഇവരെ തള്ളിപ്പറഞ്ഞ ചാനൽ അടക്കം ഭയങ്കര. ഞാൻ കൈരളി മാത്രം വാഴ്ത്താൻ അവർക്ക് പറ്റില്ല, കാരണം അവർക്ക് അവരുടെ ആമാശയത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അവർക്ക് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഇല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഇതിനകത്ത് വലിയ രസകരമായിട്ട് തോന്നിയത്, ആദ്യം ഈ ഉം, മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ്. അവർ കട്ടാൻ റൈറ്റ് ആയിട്ട് ഉം, കണക്ക് നിരത്തി പറഞ്ഞു. ജയിച്ചു ഉം, കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കേന്ദ്രമന്ത്രി ആകില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി ആയപ്പോൾ പറഞ്ഞു കേന്ദ്ര സഹമന്ത്രിയാണ് കിട്ടിയത്, അത് ശരിയായില്ലെന്ന്. ഇനി നാളെ കേന്ദ്ര സഹമന്ത്രി ആയി നാളെ അത് കളഞ്ഞാലോ കളഞ്ഞില്ലേലോ ഒക്കെ ഇത് പറയും. കാരണം സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം മീഡിയാസോ ആളുകൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ല ഇത്. അതിനെ അതിജീവിച്ചുകൊണ്ട് ഉം, അദ്ദേഹം തൃശ്ശൂർ ജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഏറ്റവും നല്ല മറുപടി. എനിക്ക് ഉം, സുരേഷ് ഗോപിയുടെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിനെതിരെ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങൾക്കും ഈ കുത്തിത്തിരിപ്പുകൾക്കും അദ്ദേഹം മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല ഉം, ധനുഷ്, ഉം, അദ്ദേഹം അതിന് മറുപടി കൊടുക്കാറില്ല. അദ്ദേഹം ഉം, പകരം അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും എന്താ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിനിമ സ്റ്റൈലിലുള്ള ഡയലോഗുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ വരുന്ന കാര്യങ്ങൾ അദ്ദേഹം മറുപടി കൊടുക്കാറില്ല. അത് തന്നെയാണ് ആ ഉം, തൃശ്ശൂരത്തെ ജനം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് കാരണം. കാരണം ആരോടും ഉം, പുള്ളി എന്താ തിരിച്ചു പറയാനോ വഴക്കിടാനോ ഒന്നും പോകാറില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഉം. സുരേഷ് ഗോപി ഒരു 10,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ നമുക്ക് ചക്ക വീണ് മുയിൽ ചത്തു എന്ന് പറയാം. ഇത് അതല്ല, 74,000 വോട്ടിന് അദ്ദേഹം ജയിക്കുന്നത്. അത് ചെറിയൊരു മാർജിൻ അല്ല ബി ജെ പി കണക്ക് ഒരു പാർട്ടി നിന്നിട്ട് തൃശ്ശൂർ അത്ര വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇനി കേരളത്തിലെ എല്ലാ ഉം, മാധ്യമങ്ങളും കൂടെ നിന്ന് എഴുതി തള്ളിയിട്ടും അദ്ദേഹം ജയിച്ചില്ലേ? എന്തൊക്കെ കേസുകൾ ഉം, ഉം, അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ജയിച്ചില്ലേ? എന്തൊക്കെ അപവാദം ഉം. പറഞ്ഞിട്ട് ജയിച്ചില്ലേ? അദ്ദേഹത്തിന്റെ ഓക്കെ. സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള ഒരു നേർച്ചയായിരുന്നു ആ കിരീടം കൊടുത്തത്. അതിപ്പോ പേഴ്സണൽ ഉം, നേർച്ചയാണ്. ഉം, അത് ഉം. ഞാൻ ചെമ്പാണോ പിച്ചളാണോ കൊടുക്കുന്നത്, ഞാനൊരു അമ്പലത്തിൽ നേർച്ച കൊടുക്കുന്നത് അത് ഓക്കെ. എനിക്ക് ഇഷ്ടമാണ്. ഉം, അതുപോലെ നോക്കിയതാണ്. ഉം. പറഞ്ഞു. ഓക്കെ. ബിജുചേട്ടാ, ഓക്കെ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ബിജുചേട്ടാ, അടുത്ത സെഗ്മെന്റിലോട്ട് നമുക്ക് പോകാം. അതായത് നമ്മൾ സുരേഷ് ഗോപിയെ കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾ ക്ലിയർ. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒന്നാം സ്ഥാനത്ത് നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാം സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാം സ്ഥാനത്ത് അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തു. നാലാം സ്ഥാനത്ത് നിതിൻ ഗഡ്കരി സത്യപ്രതിജ്ഞ ചെയ്തു. അഞ്ചാം സ്ഥാനത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ജെ പി നഡ്ഡയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഈ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട ആളാണോ ജെ പി നഡ്ഡ? എന്ന് പറഞ്ഞാൽ നഡ്ഡയ്ക്ക് ഒരു എഫിഷ്യൻസി കുറവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും നഡ്ഡയെ അഞ്ചാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? അഞ്ചാം സ്ഥാനത്തേക്ക് വേറെ എത്രയും നല്ല ആൾക്കാരെ കൊണ്ടുവരും. പീയൂഷ് ഗോയലിനെ കൊണ്ടുവരാമായിരുന്നു. നിർമ്മല സീതാരാമൻ അഞ്ചാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. ഒരു സ്ത്രീ പ്രാതിനിധ്യം ആദ്യ 5-ൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നിർമ്മല സീതാരാമൻ ഫിനാൻസിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അഞ്ചാം സ്ഥാനത്തേക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഉയർത്തിയ ആളാണ്. ജെ പി നഡ്ഡ എന്തുകൊണ്ടായിരിക്കും കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത്? ധനുഷിന്റെ ചോദ്യത്തിന്റെ അർത്ഥം നദ്ദയെ അഞ്ചാമത് കൊണ്ടുവന്നതാണോ, അഞ്ചാമത് ഉം. കൊണ്ടുവരാതിരുന്നതാണ്? ഏതാണ് അതിന്റെ ചോദ്യം? എനിക്ക് മനസ്സിലായില്ല. നദ്ദയെ അഞ്ചാമത് കൊണ്ടുവന്നതാണോ എന്റെ വിഷയമാണ് അല്ല, ഇത്? എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ജെ പി നഡ്ഡയെ അഞ്ചാം സ്ഥാനത്ത് കൊണ്ടുവന്നത്? കാരണം നഡ്ഡ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ തവണ ബി ജെ പി അധ്യക്ഷനായിട്ട് ഇരുന്നിട്ട് ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കുറയുകയാണ് ചെയ്തത്. കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. നഡ്ഡയുടെ സ്വന്തം സംസ്ഥാനത്തിൽ പോലും അവിടെ ഭരണം പിടിക്കാൻ നഡ്ഡയെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ നഡ്ഡ എന്തുകൊണ്ടായിരിക്കും അഞ്ചാം സ്ഥാനത്ത് കൊണ്ടുവന്നത്? നഡ്ഡയ്ക്ക് എഫിഷ്യൻസി എന്താണ്? നഡ്ഡയുടെ എഫിഷ്യൻസി? ഇന്നലെ അവിടെ നടന്നത് ബി ജെ ഉം, പിയുടെ അംഗങ്ങളാണ് മന്ത്രിമാരായിരിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു പ്രോട്ടോകോൾ ഉം, ഉണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉം, ഉണ്ട്. സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ഉം, പ്രോട്ടോകോൾ ഉണ്ട്. ഉം, ആ പ്രോട്ടോകോൾ അനുസരിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ പാർട്ടി അധ്യക്ഷൻ ഒരു വലിയ പദവിയാണ്, ഉം. പാർട്ടി പ്രസിഡന്റ്. ഓക്കെ. സി പി എമ്മിനെ സംബന്ധിച്ച് ഉം, അവരുടെ ജനറൽ സെക്രട്ടറിക്കാണ് പദവി. അപ്പൊ പാർട്ടിയുടെ പ്രോട്ടോകോൾ ആണ് അവിടെ
കാരണം ഇന്നലത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ആരും മന്ത്രിമാരല്ല, അതെ അതെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. നിലവിൽ അവരാരും മന്ത്രിമാരല്ല. അപ്പൊ അവിടെ മന്ത്രിമാരുടെ അതെ. പ്രോട്ടോകോൾ നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ ഒന്നാമൻ ഉം, മോദി തന്നെ, രണ്ടാമൻ എന്ന് ഉം, പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, രാജ്നാഥ് സിംഗ് തന്നെയാണ് പണ്ട് ഒന്നാമനായിരുന്നു. മോദിയുടെ ശേഷം അദ്ദേഹമാണ് ഉം, ഏറ്റവും സീനിയർ നേതാവ്. രാജ്നാഥ് ഉം, സിംഗ് ഏറ്റവും സീനിയർ നേതാവ് അദ്ദേഹമാണ്. ഉം, അതിനുശേഷം പിന്നീട് ഉം, സ്വാഭാവികമായി അമിത്ഷാ, പാർട്ടിയുടെ അധ്യക്ഷ പദവിയൊക്കെ അല്ലെങ്കിൽ അമിത്ഷായാണ്. നാലാമത് നിതിൻ ഗഡ്കരി സീനിയർ നേതാവാണ്, മോദിയോടും തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹവും. അഞ്ചാമത് ഉം, 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 സ്വാഭാവികമായി വരേണ്ടത് ജെ പി നദ്ദ ഉം, തന്നെയാണ്. കാരണം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഈ ഉം, പദവി ഉം, എന്താണ് എല്ലാം ആർക്കും അറിയില്ല, ഇപ്പോഴും നമുക്ക് അറിയില്ല അവർക്കൊക്കെ എന്ത് പദവിയാണ് കൊടുക്കാൻ പോകുന്നത്. ഉം, അപ്പൊ ഉം, അവര് പാർട്ടിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അവരുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് അവർ നൽകിയത്. നദ്ദയെ സംബന്ധിച്ച് ഉം, നോക്കുകയാണെങ്കിൽ ഈ മറ്റു 4 പേരെ നോക്കുന്നതിനേക്കാളും എനിക്ക് അമിത്ഷായും ഈ നദ്ദയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എനിക്കറിയത്തില്ല. ഈ പാർട്ടിയുടെ ഉം, എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉം, ഏറ്റവും സീനിയർ ഉം, ഉം, നേതാവ് ശ്രീ രാജ്നാഥ് സിംഗ് തന്നെയാണ്. മോദിയെക്കാളും ഉം, ഉം, കൂടുതൽ കാലം പ്രവർത്തിച്ച, ഉം, കാരണം ഏജും എനിക്ക് തോന്നുന്നത് മോദിയേക്കാൾ കൂടുതലാണ്. ഏജും കൂടുതലാണ്, ഉം, സീനിയർ മോദി. അതുപോലെ തന്നെ ഉം, നിതിൻ ഗഡ്കരി. പിന്നെ എന്ന് പറഞ്ഞാൽ ഉം, എനിക്ക് തോന്നുന്നു ഈ അമിത്ഷായും നദ്ദയൊക്കെ ഒരേ കാലഘട്ടമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് വലിയ ഏജിലും വലിയ വ്യത്യാസം ഉം, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പാർട്ടിയുടെ സീനിയോറിറ്റി ഉം, അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. നിർമ്മലാ ഉം. സീതാരാമനേക്കാൾ മുമ്പേ നദ്ദ എത്തിയതാണ്, എ ബി പിയിലൂടെ വളർന്നു വന്ന നേതാവാണ് നദ്ദ. അങ്ങനെ ആ പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് അതിനകത്ത് ഇവര് ഈ അവരുടെ പാർട്ടിയുടെ മന്ത്രിമാരെ അവരെ ഇരുത്തിയതും ഉം, ക്ഷണിച്ചതും ഒക്കെ. ഉം. അതല്ലാതെ അത് അവരുടെ ഓക്കെ പാർട്ടി ഇനി തീരുമാനം. ആ ഓക്കെ ഓക്കെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സത്യപ്രതിജ്ഞ തന്നെയാണ് കേട്ടോ. കാരണം മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ പി ചിലപ്പോൾ അധികാരത്തിൽ വരും. കാരണം യു പി പോലും ബി ജെ പിയെ കൈവിട്ടപ്പോൾ മധ്യപ്രദേശിൽ ബി ജെ പി തൂത്തുവാരി. അത് ആ, വലിയൊരു സംസ്ഥാനത്തിലെ വലിയൊരു പ്രവർത്തനം തന്നെയായിരുന്നു. അതുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ അത് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടി ശിവരാജ് സിംഗ് ചൗഹാന്. ഇനി അടുത്തൊരു ചോദ്യം, വിചേട്ട കർണാടകയിൽ നിന്നുള്ള കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. വിചേട്ട കർണാടകയിൽ ഈ പുള്ളിക്കാരൻ നമ്മളെ പറ്റിച്ച് അപ്പുറത്ത് പോയി നിന്ന ആളാ. അപ്പൊ ഈ പുള്ളിക്കാരൻ അത് കൊടുത്തത് എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നു. എന്താ തോന്നുന്നത്? ഇപ്പോ നേരത്തെ ശിവരാജ് സിംഗ് ഉം, ചൗഹാനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉം. ഇത്തവണ എത്രയാണെന്ന് അറിയാവോ? എത്രയാണ്? 8,00,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം അമ്പോ. ജയിക്കുന്നത്. അപ്പൊ അത്ര അതെ അതെ അതെ. ജനകീയനാണ് അദ്ദേഹം, വളരെ ജനകീയനാണ്. ഉം, അതായത് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കുന്നതിന് മുമ്പ് അവർ പരിഗണിച്ച പേരുകളിൽ ഒന്ന് ഈ ഉം, ശിവരാജ് സിംഗ് ചൗഹാന്റെ ആയിരുന്നു. പക്ഷെ അപ്പൊ അതിതീവ്രമായ ഉം, ഒരു നേതാവ് എത്തണം എന്നുള്ളത് കൊണ്ടും ആണ് മോദി പിന്നെ ഇത് കിട്ടിയത്. അപ്പോ ഉം, അദ്ദേഹത്തിന് മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണം, കാരണം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് ഈ ഉം, സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ്. ഇദ്ദേഹത്തിന് പെൺകുട്ടികളാണ്, അത് എപ്പോഴും ഉം, പറയും. ഈ പെൺകുട്ടികൾ, ഉം, എനിക്ക് തോന്നുന്നു മറ്റൊരു സുരേഷ് ഗോപി പോലെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ അദ്ദേഹത്തിനും സുരേഷ് ഗോപിക്കും മോളോടുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് ഇത്. ഈ 4 പെൺകുട്ടികളും ഉം, അവരെ പോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, അതായത് 1,500 രൂപ ഉം, വെച്ച് ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക്, ഇപ്പൊ അത് പിന്നീട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ അത് 3,000 ആക്കി. അതൊക്കെ വലിയ തലവേദന ബി ജെ പിക്ക് സൃഷ്ടിക്കും. ഉം, എങ്കിൽ പോലും പുള്ളി അത് 3,000 ആക്കി കൊടുത്തു. ഉം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ സ്ത്രീകളാണ് ഈ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ നട്ടെല്ലെന്ന് പറയാൻ പറ്റും. ഈ ശിവരാജ് സിംഗ് ഉം, ചൗഹാന്റെ ഏറ്റവും വലിയ ബലവും അത് തന്നെയാണ്. പിന്നെ രണ്ടാമത് ധനുഷ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഈ കുമാരസ്വാമി. കുമാരസ്വാമിയുടെ കുമാരസ്വാമി മടങ്ങി വരുന്നത്, കുമാരസ്വാമിയുടെ ഉം, കുടുംബം കേന്ദ്രത്തിലേക്ക് മടങ്ങി വരുന്നത് എനിക്ക് തോന്നുന്നു ഉം, 27 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇവരുടെ അച്ഛൻ ഉം, പ്രധാനമന്ത്രിയായിരുന്നല്ലോ, ഗൗഡ. അതിനുശേഷമാണ് ഒരു ഉം, സെൻട്രൽ ഒരു നല്ല പവറിലേക്ക് അവരുടെ കുടുംബാംഗം, അതായത് മകനാണല്ലോ ഉം, കുമാരസ്വാമി, വരുന്നത്. ഈ ഉം, കുമാരസ്വാമിയെ ബി ജെ പി കർണാടകത്തിൽ അവരുടെ അലയൻസിന്റെ ഭാഗമാക്കിയത് കേന്ദ്രത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ആകെ അവർ 3 സീറ്റിലേ മത്സരിച്ചിട്ടുള്ളൂ, 2 സീറ്റിൽ അവർ ഉം, ഉം, ജയിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഉം, കർണാടകത്തിലെ കേന്ദ്രത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കുമാരസ്വാമിയെ കൂടെ ഉം, കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി അടുത്തൊരു അട്ടിമറി നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം കർണാടകമാണ്. അട്ടിമറി എന്ന് പറഞ്ഞു അയ്യോ. കഴിഞ്ഞാൽ, കുമാരസ്വാമി വന്നതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുമാരസ്വാമി പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഒരു പ്രസ് മീറ്റിൽ. ഉം, ഞാൻ 60 കോൺഗ്രസിന്റെ ഉം, MLA മാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഭരിക്കാൻ കയറുകയാണെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഉം, കർണാടകത്തിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ കാലിവാരലിന്റെ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ തുടക്കം മുതലേ തന്നെ അടിച്ചു പിരിഞ്ഞ് രണ്ടായിട്ട് നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉം, ഈ കുമാരസ്വാമിയെ കൂടെ വെച്ച് കളിച്ച് നിയമസഭ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം.
അതിനായിട്ടാണ് ആ അലയൻസ് അവർ രൂപീകരിച്ചത്. അല്ലാതെ കേവലം 3 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന് സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം ആ സമുദായത്തിന്റെ ഉം, വോട്ടൊക്കെ ബി ജെ പിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, കിട്ടാതിരുന്നിട്ടുമുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് ഒറ്റയ്ക്ക് ഉം, 25 സീറ്റ് കിട്ടിയ പാർട്ടിയാണ്. അപ്പൊ അവർക്ക് ഇവരെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം കേന്ദ്രമല്ല, നിയമസഭയാണ്. അതിപ്പോ കുറച്ച് ഉം, നാൾ അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. കർണാടകത്തിൽ ആടി ഉലയുന്നു, ഉം. MLA-മാരും കൊണ്ട് റിസോർട്ടിൽ കയറി ഉം. പോകുന്നു, വരുന്നു എന്നൊക്കെയുള്ള കഥ കുതിര നമുക്ക് അധികം കച്ചവടം. വൈകാതെ കുതിര ഉറപ്പാണത്. കാരണം കർണാടകത്തിന്റെ ഒരു രീതി, ആ ഒരു മെത്തേഡാണ്. BJP എന്നൊക്കെ കർണാടകത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അത് അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് ഉം, ഒരു നേതൃത്വം കൊടുത്തില്ലേ, തന്ത്രം ഒരുക്കുന്നത് യെദ്യൂരപ്പയാണ്. ഉം, ഉം, യെദ്യൂരപ്പയുടെ ഉം, ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കാം ഇത്. കാരണം ഇപ്പൊ തൽക്കാലം BJP അതിന് ഉം, മുതിരുമോ എന്ന് എനിക്കറിയില്ല. കാരണം BJPക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉം, കർണാടകത്തിലുണ്ട്. അപ്പൊ അതൊന്ന് തീർത്തിട്ടായിരിക്കാം ഉം, അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ ഉം, നീങ്ങുന്നത്. കുമാരസ്വാമി കൊണ്ടുവന്ന ആ ഒരു ലക്ഷ്യത്തിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് അത്തരത്തിലാണ്. അങ്ങനത്തെ ഒരു ഉം, സ്റ്റേറ്റ്മെന്റുകളാണ് പിന്നെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നാണല്ലോ ഉം, ചില നിഗമനങ്ങളിൽ എത്തുന്നത്. ഉം, ഉം. വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടു. അതായത് അതുകൂടെ ഒരു പെട്ടെന്ന് പറഞ്ഞു പോവാ. ഇന്നലെ 72 മന്ത്രിമാരുടെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു അജ്ഞാതൻ കൂടെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ രസകരമായിട്ടുള്ള ഒരു കുറിപ്പ് കൂടെ ഞാൻ കണ്ടു. അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ആ അജ്ഞാതൻ അജിത് ഡോവലാണ് എന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതോടെ നിൽക്കട്ടെ. ഇനി നമുക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കൊരു അഭ്യൂഹം എന്ന് പറഞ്ഞാൽ വകുപ്പുകളൊന്നും ആയിട്ടില്ല. ബിചേട്ടന്റെ പക്ഷേ ഇത് സ്മെല് ചെയ്യാൻ സാധിക്കുമല്ലോ. അതായത് ബിചേട്ട, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമന്ത്രി ആ കഴിഞ്ഞിട്ട് ഇപ്പോ ആഭ്യന്തരം അമിത്ഷായ്ക്കായിരിക്കും. ആ ആ, അത് അമിത്ഷായ്ക്കായിരിക്കും എനിക്ക് ആഭ്യന്തരം. തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഉം, അമിത്ഷായ്ക്ക് ആകാനാണ് വളരെ സാധ്യതകൾ കൂടുതൽ. കാരണം വെച്ചാല് ഇപ്പം എനിക്ക് ഉം, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ഈ മന്ത്രിമാരെ ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു ഉം, ഭരണ തുടർച്ചയ്ക്ക് തന്നെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പരിപാടി ഞാൻ പറഞ്ഞിരുന്നു, ഈ അവർ തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ട് 2014 മുതൽ. ഉം, സാമ്പത്തികമായാലും ഉം, റോഡ് വികസനം ആയാലും ആഭ്യന്തര ഉം, കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ ഇപ്പൊ നടപ്പാക്കി തുടങ്ങിയതേ ഉള്ളൂ. അത് കുറച്ചുകൂടി കർശനമായിട്ട് നടപ്പാക്കുക, മറ്റു ഉം, കാര്യങ്ങള്. അപ്പൊ ഉം, ഇതൊക്കെ കണ്ടിന്യൂഷൻ ആണ്. എപ്പോഴും ഒരു സർക്കാർ മറ്റൊരു ഉം, സർക്കാരിന്റെ തുടർച്ചയാണ്. അതിപ്പം ഏത് ഉം, പാർട്ടി ഉം. വന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ BJP ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നുണ്ട്. അവർക്ക് അതിപ്പോ പീയൂഷ് ഗോയലിലേക്ക് എടുത്തത് എന്തുകൊണ്ടാണ് വീണ്ടും ഉം. എടുത്തത്, മന്ത്രിമാരാക്കിയത്? അവരുടെ അതെ. ഏതാണ്ട് ഒരു 20ഓളം പേര് മന്ത്രിമാര് പഴയ മന്ത്രിമാര് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ തന്നെ ഉം, ഏകദേശം ഈ വകുപ്പുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ധനുഷ് നേരത്തെ ഉം, സൂചിപ്പിച്ചതുപോലെ ഈ രാജ്നാഥ് സിംഗിനെയോ അമിത്ഷായും മാറി പരീക്ഷിക്കാൻ സാധ്യത, പക്ഷെ അതിന് സാധ്യതകൾ തീരെ കുറവാണ്. കാരണം ഉം, രാജ്നാഥ് സിംഗ് ഒക്കെ പ്രതിരോധ മേഖലയിൽ മികച്ച മന്ത്രി തന്നെയായിരുന്നു. അതിനകത്ത് മോശം ഉം, മന്ത്രി ഒരാൾ പോലും ഇല്ല. ഇതിനകത്ത് ഇവരെ എങ്ങോട്ടേക്ക് ഉം, ഉം, മാറ്റാനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉം, ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം ഒരു ഈ ഉം, BJPയുടെ പല കാര്യങ്ങളുടെ ബുദ്ധി കേന്ദ്രം ഈ ധർമ്മേന്ദ്ര പ്രധാൻ. പ്രത്യേകിച്ച് ഉം, BJPയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ വിദ്യാഭ്യാസ നയത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ. ഒരുപക്ഷെ അദ്ദേഹം ഉം, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക്, അതിന്റെ തലപ്പത്തേക്ക് ഇല്ല, അതിന് മന്ത്രിയാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഉം. ജയശങ്കർ എന്താണ് വിദേശകാര്യം തന്നെ മുമ്പോട്ട് പോകാനും, നിർമ്മലാ നിർമ്മല. സീതാരാമൻ ധനവകുപ്പ് തന്നെയാണ്. കാരണം അവരെ വേറെ എങ്ങോട്ടാ പ്ലേസ് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യാൻ ഇനി വേറെ ഇതില്ല. ഉം, കാരണം ഇവരെല്ലാരും ഇതിനകത്തിരുന്ന് കഴിവ് തെളിയിച്ചവരാ. കഴിവ് കെട്ട ഒരാൾ പോലും ഉം. ഇതിനകത്തില്ല. അതാണ് ഇപ്പൊ കുറച്ച് ഘടകകക്ഷികളിൽ നിന്ന് രണ്ടായിരത്തി വന്നവരും പതിനാലിൽ കഴിവുള്ളവരാ. 2014 പ്രതിരോധത്തിലിരുന്ന നിർമ്മല സീതാരാമനെയാണ് 2019 ഫിനാൻസിലോട്ട് എടുത്തിട്ടത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് വരുന്നത്. ഇനി അവിടെ നിന്ന് തിരിച്ച് പ്രതിരോധത്തിലോട്ടോ ഫിനാൻസിന്റെ മാറ്റുമോ എന്നുള്ളൊരു ചോദ്യം അല്ല, ഉയരുന്നുണ്ട്. മാറ്റാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഈ പറയാൻ കാരണം, ഈ ഉം, 2019 മുതലാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് പറഞ്ഞ ഒരു സാമ്പത്തിക ഉം, ശക്തി ആകാനുള്ള അതിന്റെ നീക്കങ്ങൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഉം, 5ാം സ്ഥാനത്താണ്. അതായത് 2026 ഉം, കൂടി നമ്മൾ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആകുമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിർമ്മലാ സീതാരാമൻ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ഇതിലാണ് ഇതുവരെ വന്ന് നിൽക്കുന്നത്. ഈ 2026 ആകാൻ ഉം, അധികം സമയമൊന്നുമില്ലല്ലോ. ഇപ്പൊ 2024, 25, 2 വർഷം കൂടെ ഉള്ളൂ. അപ്പൊ അവര് തന്നെ അതിൽ തുടരാനുള്ള സാധ്യത കൂടുതലാണ്. നിതിൻ ഗഡ്കരിയെ എന്തായാലും നമ്മൾ സംശയിക്കുന്നില്ലല്ലോ. നിതിൻ ഗഡ്കരിയെ മാറ്റില്ല. നമ്മള് ഗതാഗത വകുപ്പിൽ ഉം. മാറ്റില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അതെ, അതെ. അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ്? കാരണം അതിനകത്ത് അദ്ദേഹം വളരെ ദൂരം ഉം, മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരുപാട് ഇനി അത് ഉം, നടക്കാനുണ്ട്. ഉം, അപ്പം എനിക്ക് തോന്നുന്നില്ല ഉം, അമിത്ഷാ തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത ആഭ്യന്തരത്തിന്റെ ഇതിലേക്ക്. രാജ്നാഥ് സിംഗ് മികച്ച പ്രതിരോധ മന്ത്രി തന്നെയായിരുന്നു. കൃത്യമായി തന്നെ നല്ല അദ്ദേഹം ഇരുന്ന ഉം, 2 വകുപ്പുകൾ, നേരത്തെ ആഭ്യന്തരത്തിൽ ഇരുന്നപ്പോഴും ഇതും അദ്ദേഹത്തിന് കൃത്യമായി ഉം. തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഉം. പിന്നെ നദ്ദയ്ക്ക് എന്താണ് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. നഗരാസൂത്രണമാണോ അതോ ആരോഗ്യമാണോ എന്താണ് ആരോഗ്യമായിരുന്നു എന്നുള്ളത്. നദ്യ. ഉം. ആ അല്ലെ ആരോഗ്യമായിരുന്നു അതേപോലെ നദ്യ. ഗുസ്തി
പഴയ ഗുസ്തി താരമൊക്കെയാണ് പുള്ളി. അപ്പൊ ഇനി എന്താണ് അത് ശരി. എന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് കൊടുക്കുന്ന വകുപ്പുകൾ അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ സുരേഷ് ഗോപി, ജോർജ് കുര്യനൊക്കെ സഹമന്ത്രിമാരാണ്. അപ്പം അതായത് ഏതെങ്കിലും ഒരു വകുപ്പിന്റെ ഉം. സഹമന്ത്രി സ്ഥാനത്തേക്കാണ് അവർ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഉം. വകുപ്പുകൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ അവർ നിലനിർത്തുന്നത്. ഞാനിപ്പോ നോക്കുന്നത് മന്ത്രിമാർ ആരൊക്കെയാന്ന് നോക്കിയാൽ JP നദ്ദ, അത് ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർക്ക് ഏത് വകുപ്പുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ ഉം. ഉം. നോക്കുന്നത്. ഉം. ബാക്കിയുള്ളവരൊക്കെ അതിൽ തന്നെ ഉം. തുടരുക എന്നുള്ളത് തന്നെ ഉള്ളൂ എന്നാണ് ഞാൻ. ഇതിലൊരു ഒരു നമ്മുടെ ഒരു കോമഡി കൂടെ ഊഹമാണ് കേട്ടോ. നമ്മുടെ ഊഹമാണ്, ഊഹമാണ്. ഇതൊക്കെ ഇപ്പൊ ഊഹമാണ്. നമ്മളിപ്പോ ഇതൊക്കെ ആ അല്ല ഈ വാർത്ത നമ്മൾ ഈ വാർത്ത പോകുമ്പോൾ താഴെ ഒന്ന് കമന്റ് ഇടും. പിന്നെ എന്നോട് ചോദിച്ചിട്ടില്ല മോഡി ഇതൊക്കെ ചെയ്യുന്നെന്ന് വെച്ചാൽ ആരോടും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഒരു അത് അത് നമുക്ക് അത് ഇതിൽ അത് അത് നിന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇന്നലെ ആ, വിളിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ട വയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ചായ, ചൂട് ചായ ഇല്ലേ, തൊണ്ട ഒന്ന് നനയ്ക്കാനായിട്ട് എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോ അതിന്റെ താഴെ ഒരുപാട് കമന്റ്, നിനക്ക് ചോയ കുടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ നമ്മളിതിപ്പോ ഇത് പറയുന്നത് പറഞ്ഞപ്പോ ഒരു എന്താന്ന് വെച്ച് കോമഡി കഴിഞ്ഞാല് കൂടെ നമ്മൾ ഒരു കോമഡി ഇങ്ങനെയൊക്കെയുള്ള കൂടെ കാര്യങ്ങൾ പറഞ്ഞത്. പറയാന്ന് വെച്ചാൽ ആ നമ്മളിത് ഇത്ര നാള് പറഞ്ഞു പറഞ്ഞു. നമ്മളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നവര് അവര് ഇത്രയും കാലം ഉം. നിൽക്കുമ്പോഴത്തേനും അവർക്ക് ഇതിന്റെ ഒരു ഏകദേശ ഒരു നീക്കങ്ങൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. എന്തൊക്കെ ആയിരിക്കും ഉം. നീക്കങ്ങൾ നടത്തുന്നത്. അതുപോലെ ആകണമെന്നില്ല, എന്നാൽ ഏകദേശം അതുപോലൊക്കെ വരാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചത്, ജോർജ് കുര്യൻ മന്ത്രിയാകുമെന്ന് ഏതെങ്കിലും മാധ്യമം പറഞ്ഞു? ഇല്ല. പല പേരുകളിലും അവർ ആരും പറഞ്ഞില്ല. എന്തായാലും രണ്ടാമതൊരു മന്ത്രി വരുമെന്ന് പോലും പല മാധ്യമങ്ങളും 2 ദിവസം മുമ്പ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ എല്ലാവരും പറഞ്ഞു സുരേഷ് ഉം. ഗോപി ഉം. ആകുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ജോർജ് കുര്യനെ ഉം. ഉം. സ്വപ്നത്തിൽ പോലും ഇവിടുത്തെ BJP-ക്കാർ പോലും കരുതിയിട്ടില്ല, മാധ്യമങ്ങളും കരുതിയിട്ടില്ല. ഉം. അപ്പൊ എന്ത് പറ്റും, ഒരു കീൻ ഒബ്സർവേഷൻ, പണ്ടൊക്കെ മാധ്യമങ്ങൾ കീനായിട്ട് ഒരു ഒബ്സർവേഷൻ നടത്തിയതുകൊണ്ടാണ് കൃത്യമായിട്ട് അവർക്ക് പലതും പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒബ്സർവേഷൻ ഉം. ഒന്നുമില്ല. വായി വരുന്ന ബോധയ്ക്ക് പറ്റുന്ന രീതിയിൽ പോകുന്നവരുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ഉം. വഴിതെറ്റിക്കുന്ന കൂടുതലും നമ്മളടക്കം വഴിതെറ്റിക്കുന്ന കൂടുതലും ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെ. നമ്മൾ രാവിലെ ഫോൺ എടുക്കും, രാവിലെ ഉം. BJP-യുടെ ഒരു നേതാവിനെ വിളിക്കും, ആരെങ്കിലുമൊക്കെ മന്ത്രിയാകുമോ, അപ്പൊ പുള്ളിയുടെ ഇഷ്ടമുള്ള ഒരു നേതാവിന്റെ പേര് പറയും. ഉടനെ നമ്മൾ നേരെ ഉം. വിളിച്ചിട്ട് കോൺഗ്രസിന്റെ ഇല്ല ഇതുപോലെ കമ്മ്യൂണിസ്റ്റിന്റെ വിളിക്കും, ആ നിങ്ങളുടെ മന്ത്രി ആകുമെന്ന് ചോദിക്കും. പറയാം എന്റെ അളിയൻ ഇവരെല്ലാം ഇവരുടെ ആൾക്കാരായിരിക്കും ഇവർ കൂടുതൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വാർത്ത അതെ അതെ എടുക്കാൻ അതെ. പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ നമ്മൾ പൊതുവിൽ നോക്കണം, പൊതുവിൽ പൊളിറ്റിക്സ് നോക്കണം. ജോർജ് കുര്യന്റെ ഉം. കാര്യമായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ നോക്കണം അതെന്തുകൊണ്ടാണ് വന്നത്. ഉം. എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതല്ല, ജോർജ് കുര്യനാണ്. അതുകൂടെ ഞാൻ ഉം. പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. BJP-യിൽ ഉം. അത്യാവശ്യം നല്ല പാണ്ഡിത്യമുള്ള, മീൻസ് അറിവുള്ള ഒരു നേതാവാണ് ഈ ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ മാത്രമല്ല, ഉം. ഈ PS ശ്രീധരൻപിള്ളയാണ് ഞാൻ ഇത്തരത്തിൽ കണ്ടിരിക്കുന്നത്. അതായത് ഏത് വിഷയം ഉം. നമ്മൾ പറഞ്ഞാലും ചോദിച്ചാലും ഒക്കെ കൃത്യമായിട്ട് ആ വിഷയത്തെ കുറിച്ച് നല്ല അറിവാണ് ഈ ജോർജ് കുര്യനുണ്ട്. അതെന്ന് വെച്ചാൽ എനിക്ക് ഉം. തോന്നുന്നു പഴയ ആൾക്കാർ നന്നായിട്ട് ഈ ബുക്കുകളും മറ്റും വായിക്കുകയും റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. കൃത്യമായിട്ട് തന്നെ ഉം. അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് ഒരു കാര്യം പറഞ്ഞ് തർക്കിച്ച് ജയിക്കുകയും വലിയ പ്രയാസകരമാണ്. കാരണം കാര്യങ്ങൾ അറിയാവുന്നിടത്ത് നമുക്ക് തർക്കിച്ച് ജയിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും BJP-യിലുണ്ട് ഇപ്പൊ വചസ്പതി, സന്ദീപ് വാര്യർ തുടങ്ങിയവരൊക്കെ അത്യാവശ്യം കാര്യങ്ങളുള്ളവരാണ് ഈ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ. അപ്പം അങ്ങനെ ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു നേതാവ്. കാരണം ഒരു ഗ്രൂപ്പിസത്തിന്റെ പിടിയിലോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അക്രോശം, സ്വന്തം പാർട്ടി എന്ന് പറഞ്ഞ ജീവന് തുല്യം കൊണ്ട് നടക്കുന്ന അദ്ദേഹം വരുമ്പോ ഈ പാർട്ടി രൂപീകരിക്കുന്ന മുമ്പ് മുതൽ ഇതിലുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. ഉം. ആ ക്രിസ്ത്യാനി എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ടാകണം ഈ പാർട്ടി. BJP ഒക്കെ ഇപ്പോഴല്ലേ BJP-യുടെ ഒരു പവറിലേക്ക് വരുന്നത്. ഈ പാർട്ടി ഉം. ഉം. രൂപീകരിക്കുമ്പോഴത്തേനും നാലുപാടും നിന്ന് വളയും. അത് ഒരു ക്രിസ്ത്യാനി ഇതിലേക്ക് വരുന്നു, ഹിന്ദു തീവ്രവാദികളുടെ കൂടെ ഒരു ക്രിസ്ത്യാനി പോകുന്നു, തങ്ങളെ കൊല്ലാൻ നിൽക്കുന്നവരുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം കളിയാക്കൽ ആ മനുഷ്യൻ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഒരുപാട് അതെ അതെ അതെ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും മീഡിയാസ് പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒക്കെ വയറ്റെടുക്കുമ്പോ ഞങ്ങൾ അറിഞ്ഞില്ലെന്നൊക്കെ എത്ര നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അതായത് പാർട്ടിയുടെ കാര്യങ്ങൾ, ഉം. രഹസ്യങ്ങൾ ചോരാതെ ആ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോട് പോലും ആ രഹസ്യങ്ങൾ ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന അത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആ നേതാവിന് ശരിക്കും അർഹതപ്പെട്ടതാണത്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഓൾറെഡി ജയിച്ചതാണ്, ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ചതാണ്. കേരളത്തിൽ നിന്ന് ഉം. എല്ലാം കൊണ്ട് അർഹതയായ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. എനിക്ക് ഒരുപാട് സന്തോഷം അതുപോലൊരു തോന്നി ഡെഡിക്കേറ്റ് ആ അതുപോലൊരു അതുപോലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നേതാവ് ഇന്നലെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നിർത്തിയായിരുന്നു പറഞ്ഞാൽ. അല്ല, അതെന്താന്ന് വെച്ചാല് അതിനകത്തൊരു ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഉം. ഒരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം ചെയ്യേണ്ട ഒരു ഉം. കാര്യം, ഈ നമ്മുടെ ഈ നേതാക്കന്മാര് അവരുടെ PR വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. ഉം. അവര് ആണ് ഉം. എല്ലാവർക്കും സ്റ്റാഫുകളുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിലും BJP-യുടെ CPM-ന്റെ എല്ലാ അധ്യക്ഷന്മാർക്കും നേതാക്കൾക്കൊക്കെ PR ഉണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ വലിയ നേതാക്കൾക്ക് അതുണ്ട്. ഈ PR-മാര് ഇതിപ്പോ അദ്ദേഹത്തിന് കൊടുക്കുന്ന പണി ആദ്യമായിട്ടല്ല, രണ്ടാമത്തേതാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒരു ഉം. തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ട്, ഓർമ്മയുണ്ടോ ധനുഷിന്? മഴ ഓർമ്മയുണ്ട്, പെയ്തപ്പോഴത്തേനും ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. പുള്ളി ഉം. 2018 വെള്ളപ്പൊക്കത്തിന്റെ കഥയും പറഞ്ഞിട്ട് വന്നു. അപ്പൊ അത് മുങ്ങിച്ചത്തു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു.
മുങ്ങിച്ചത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു. ചിലപ്പം അത് ആ PR ഇരിക്കുന്ന ആ മഹാൻ ചിലപ്പോൾ കുറച്ചുകൂടെ സാഹിത്യപരമായി എന്തെങ്കിലും ഉദ്ദേശിച്ചതായിരിക്കാം. പക്ഷെ അത് കുറച്ചുകൂടെ അല്ല ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ചേട്ടാ, അതായത് ബിജുചേട്ടാ, PR ഇത് ഞാൻ ഇന്നലെ ഈ സംഭവം വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഒരാള് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണെന്ന് ഇലക്ഷന് തോറ്റപ്പോ, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് എന്നാ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടെന്ന് വിചാരിച്ച് ഞാൻ രാജീവ് അല്ല, ചന്ദ്രശേഖരനുമായിട്ട് ഞാനിത് അടുത്തിരിക്കുന്ന പറയാൻ കാരണം കുറച്ച് വെച്ച് ആൾക്കാരോട് കഴിഞ്ഞാല് വിളിച്ച് ചോദിച്ചു ഇത്. ഉം. ഞാനിത് ഞാൻ വിളിച്ച് ഇദ്ദേഹമായിട്ട് ചോദിച്ചപ്പോ ബിജുചേട്ടൻ പറഞ്ഞ ഇതേ കാര്യമാണ് അവര് പറഞ്ഞത്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ പൊതുപ്രവർത്തനം നിർത്തുന്നു എന്നല്ല പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് എന്റെ MP ആയിട്ടുള്ള ടേം തീരുകയാണ്, ഇനി ഞാൻ മന്ത്രിസഭയിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് എനിക്ക് നിങ്ങളെ സേവിക്കാൻ പറ്റില്ല, അങ്ങനെ അല്ല ഒന്ന് എഴുതിയിടേ എന്ന് ഞാനിത് പറഞ്ഞു അറിഞ്ഞിട്ട് കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ. അല്ല ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിച്ചിരുന്നു, ഒരു വ്യക്തി. അപ്പൊ പുള്ളി പറയുന്നത് ഈ അത് ഇതിന്റെ അങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം അദ്ദേഹത്തിനോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്രീകൃതം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതെ അതെ അതെ. തോന്നുന്നത് ഈ PR വർക്ക് ചെയ്യുന്നവൻ ഈ ഇത് പോസ്റ്റൊക്കെ ഇടുന്നത് ഈ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാൻ ഇവർക്കാർക്ക് സമയമില്ല. ആരുടെ ഒരു രാഷ്ട്രീയതാക്കൾക്ക് ഉം. പറ്റില്ല, അവരുടെ ഒരു PR വർക്കാണ് ഇത് ചെയ്യുന്നത്. എനിക്കൊന്ന് ഈ PR വർക്കാരൻ അവന്റെ ഒരു സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒത്തിരി സാഹിത്യത്തിൽ പൊതിഞ്ഞ് ഇട്ടത് എനിക്ക് നമ്മുടെ ശശി തരൂരിന്റെ ഒരു മോഡൽ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകാത്ത അതെ അതെ രീതിയിൽ. അതെ അതെ. അത്തരത്തിലാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയൊക്കെ ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ പണിയാണ് പുള്ളിക്ക് ഉം. കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് അതെ അതെ. പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് താങ്കളുടെ PAയും PR-നെയും മാറ്റുക. കാരണം അത്യാവശ്യം കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ പൊളിറ്റിക്സും കേരളത്തിന്റെ എന്താ കുത്തിത്തിരിപ്പ് മനസ്സുള്ള ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നല്ല ഉം. PAയെ അപ്പോയിന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഈ PA താങ്കളുടെ പണി തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ കണ്ടത് അതും വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമുഹൂർത്തം, ആ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുമ്പ് തന്നെയാണ് ഈ സാധനം വരുന്നത്. തൊട്ടു മുമ്പ്. കാരണം അതായത് ഈ പൊളിറ്റിക്കലി ഒരു ചെറിയ ബോധമുള്ളവർ പോലും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ട് ഇടത്തില്ല. നമ്മൾ ആ സമയത്ത് അതെ അതെ അതെ. ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ പോസ്റ്റ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് ഇടാൻ പറ്റുന്ന പോസ്റ്റ് ഉം. അഭിനന്ദനങ്ങളുടെ ഒരു പോസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ. ആ സമയത്തുകൊണ്ട് ഇത് ഉം. പ്ലേസ് ചെയ്തു. വേണമെങ്കിൽ ഗൂഢാലോചന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൂഢാലോചന അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എങ്കിൽ പോലും അതൊക്കെ ഉം. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇനിയെങ്കിലും അത് മുമ്പോട്ട് ശ്രദ്ധിച്ചു പോകണം. കാരണം ഒരുപക്ഷെ ഞാൻ ആ എന്തായാലും PR-കാരനെ തെറ്റ് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ഉം. സാഹിത്യ അഭിരുചി വളർന്നു കയറിയതായിരിക്കാം. എന്തായിരുന്നാലും കേന്ദ്രത്തിലെ 72 മന്ത്രിമാരിലെ NDAക്ക് അല്ല BJPക്ക് 62 മന്ത്രിമാരായി കഴിഞ്ഞു. അവരുടെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ വരാൻ നമുക്ക് അടുത്ത ദിവസങ്ങളെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സുശക്തമായിട്ടുള്ളൊരു കേന്ദ്ര മന്ത്രിസഭ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇവിടെയുള്ള സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും അവരോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരും ഒന്നും ടെൻഷൻ അടിക്കേണ്ടില്ല. അതൊക്കെ അവിടെ ആമ്പിളായി നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത ദിവസം കാണാം. വിജേട്ടാ, ശരി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.